ചിലപ്പോൾ ഭക്തി മാത്രമല്ല നമ്മളെ ഒരു ക്ഷേത്രത്തിലെത്തിക്കുന്നത്. നമ്മൾ മതവിശ്വാസികളല്ല എങ്കിൽ പോലും ചില അനന്യമായ സംഭവങ്ങൾ നമ്മളെ പല ക്ഷേത്രങ്ങളിലേക്കും എത്തിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ദിവസവും രസകരമായ ഒരു കാഴ്ചയിലൂടെ കടന്നുപോകുന്ന ഒരു ശിവക്ഷേത്രത്തെപ്പറ്റി നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം. ഗുജറാത്തിലെ സ്തംഭേശ്വര മഹാദേവ ക്ഷേത്രം സംസ്ഥാനത്ത് സന്ദർശിക്കേണ്ട അവിശ്വസനീയമായ സ്ഥലങ്ങളിലൊന്നായി പറയപ്പെടുന്നു. ഇത് സവിശേഷമാക്കുന്നതിന് പിന്നിലെ കാരണം ഈ ക്ഷേത്രം എല്ലാ ദിവസവും വെള്ളത്തിൽ മുങ്ങുകയും പിന്നീട് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ സ്തംഭേശ്വര മഹാദേവ ക്ഷേത്രം ഇന്ത്യയിലെ അപ്രത്യക്ഷമാകുന്ന ശിവക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. കവികമ്പോയി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് സ്തംഭേശ്വര മഹാദേവ ക്ഷേത്രം എന്നത്. അറബിക്കടലിന്റെ തീരത്തും ഗുജറാത്തിലെ കാംബി ഉൾക്കടലിനുമിടയിലായാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ദിവസവും വേലിയേറ്റ സമയങ്ങളിൽ ഈ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങുകയും വേലിയേറ്റം കുറയുമ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഈ അത്ഭുതകരമായ കാഴ്ച കാണാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ എത്തുന്നു. വാസ്തുവിദ്യയിൽ അസാധാരണമായി ഒന്നുമില്ലെങ്കിലും നൂറുകണക്കിന് ആളുകൾ പ്രതിദിനം ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. കടലിന്റെ വേലിയേറ്റം മൂലമുണ്ടാകുന്ന പ്രതിഭാസമാണ് ക്ഷേത്രത്തെ വെള്ളത്തിനടിയിലും മുകളിലുമാക്കുന്നത്. ഉയർന്ന വേലിയേറ്റ സമയത്ത് ക്ഷേത്രം കടലിൽ മുങ്ങുകയും വേലിയേറ്റം കുറയുമ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ വേലിയിറക്കമുണ്ടാകുന്ന സമയത്താണ് ക്ഷേത്ര പരിസരത്തേക്ക് തീർത്ഥാടകർക്ക് പ്രവേശനം നൽകുന്നത്. അതിരാവിലെ വേലിയേറ്റം കുറയുമ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാൻ അനുമതി ലഭിക്കുന്നു. ഗുജറാത്തിന്റെ പ്രാദേശിക ശൈലിയെ പ്രതിഫലിപ്പിക്കുന്ന ക്ഷേത്രവാസ്തുവിദ്യ താരതമ്യേന ലളിതവും പരമ്പരാഗതവുമാണ്. അതിനാൽ തന്നെ വെളുത്ത മാർബിളിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം സങ്കീർണമായ കൊത്തുപണികളും ശില്പങ്ങളും ഉൾക്കൊള്ളുന്നു. അതോടൊപ്പം ശ്രീകോവിലിൽ ശിവന്റെ സ്വയംഭൂലിംഗമുണ്ട് എന്നതുകൂടാതെ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ വിവിധ ഹിന്ദു ദൈവങ്ങൾക്കും ദേവതകൾക്കും സമർപ്പിച്ചിരിക്കുന്ന മറ്റ് ചെറിയ ആരാധനാലയങ്ങളുമുണ്ട്. നിലവിൽ താനേസർ നഗരം അല്ലെങ്കിൽ കുരുക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്ന പുരാതന നഗരമായ സ്ഥാനേശ്വരിന്റെ അധിപനായ ശിവഭഗവാനാണ് സ്തംഭേശ്വർ എന്ന ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിലെ വിജയത്തിനായി ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരോടൊപ്പം ഇവിടെ ശിവനെ ആരാധിക്കുകയും അനുഗ്രഹം നേടുകയും ചെയ്തുവെന്ന് പറയപ്പെടുന്നു. അതിനാൽ തന്നെ ഈ തീർത്ഥം സന്ദർശിക്കാതെയുള്ള കുരുക്ഷേത്ര തീർത്ഥാടനം അപൂർണവും ഫലശൂന്യവുമാണെന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ വളരെ ലളിതവും നിലത്തിനൽപ്പം മുകളിലുള്ള തൂണുകളിൽ പണിതതുമാണ്. 4 അടി ഉയരമുള്ള ശിവലിംഗമുള്ള 150 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത് എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്രം പ്രധാനമായും തൂണുകൾക്ക് മുകളിലായതിനാൽ സ്തംഭേശ്വര മഹാദേവ് എന്നീ ക്ഷേത്രം അറിയപ്പെടുന്നു. വഡോദര, ഭാവ്നഗർ എന്നീ സ്ഥലങ്ങളുമായി റോഡ് മാർഗം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയിലാണ് സ്തംഭേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള യാത്രയും അനായാസമാണ്. ക്ഷേത്രത്തിന്റെ ചുറ്റുപാടിലുമുള്ള ശാന്തമായ അന്തരീക്ഷം നിരവധി ഭക്തരെ ധ്യാനിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട്. അപ്രത്യക്ഷമായതിന് പിന്നാലെ പ്രത്യക്ഷമാകുന്ന ക്ഷേത്രവിസ്മയം ദർശിക്കാൻ ലോകമെമ്പാടുമുള്ള തീർത്ഥാടകരാണ് വഡോദരയിലെത്തുന്നത്. ഈ അപൂർവ പ്രതിഭാസം കാണാൻ തീർത്ഥാടകർ ഒരു ദിവസം മുഴുവൻ ഇവിടെ ചെലവഴിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്.